ഹായ് വെൽക്കം ടു ജെ ജെ കിച്ചൺ ആർട്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ പീരയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിന് വേണ്ടി നെത്തലിയാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കൊഴുവ, നെത്തോലി എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ മത്തിയെല്ലാം യൂസ് ചെയ്യാം, വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ ഞാൻ അരമുറി തേങ്ങകൾ കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3 പച്ചമുളക്, 10 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ വല്ലാണ്ട് അരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആദ്യം നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കട്ട് ചെയ്ത ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി വളരെ കുറച്ച് 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, കാരണം അവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിന് നല്ല എരിവുണ്ടെങ്കിൽ മുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ചതച്ചെടുത്താൽ വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പുളി, ഇത് കുടംപുളി എന്നൊക്കെ പറയുമല്ലോ, ആ പുളിയാണ്. അപ്പോൾ ഇത് ഒരു 6 പീസ് എടുത്തിട്ട് നല്ല ചുടുവെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. ഒരു 10 മിനിറ്റ് സമയം നന്നായി കുതിർത്തി വയ്ക്കാം. ഇനിയിപ്പോൾ കുടംപുളി ഇല്ല എങ്കിൽ സാധാരണ പുളിയോ മാങ്ങയോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ കോക്കനട്ട് മിക്സർ ഉണ്ടല്ലോ, അത് നമ്മുടെ മീനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മീനിനേക്കാൾ കുറവായിരിക്കണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മിക്സർ. എന്നിട്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി, നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളി, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ വല്ലാണ്ട് പ്രസ് ചെയ്തൊന്നും മിക്സ് ചെയ്യരുത്, അല്ലെങ്കിൽ ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാതെ എത്രത്തോളം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം കുറവായിരിക്കും. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നിരപ്പാക്കി ഇങ്ങനെ തട്ടി കൊടുത്ത് ഒപ്പം ചേർത്ത് വെച്ചിട്ട് നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേവിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ഞാനിവിടെ മൺപാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഈ മൺപാത്രം ആകുമ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, അടി പിടിക്കും. പക്ഷേ വളരെ ടേസ്റ്റിയാണ് അതിൽ നമ്മൾ മീനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കണം. അപ്പോൾ വെള്ളം എത്രത്തോളം ഉണ്ട്, അത് വെള്ളം ഉണ്ട്. ഇനിയും നമുക്കിത് ഒരു 5 മിനിറ്റ് കൂടി വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഇതൊന്നുകൂടി കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കണ്ടോന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക നമുക്ക് ഇതുപോലെ എടുത്തിട്ട്. പിന്നെ ടീസ്പൂൺ ഒന്നിട്ട് ഇളക്കി മറിക്കരുത്. ഇനി ഇത് നമുക്ക് ഇതിൽ വെള്ളം വറ്റാൻ വേണ്ടി മാത്രം തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും വെള്ളം ഒന്ന് വറ്റുന്നവരെ മതി, 10 മിനിറ്റൊക്കെ സമയം മതി മീൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. പക്ഷേ സൈഡൊക്കെ നിങ്ങൾക്ക് തിളയ്ക്കുന്നത് കാണാം. മൺപാത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. അപ്പോൾ വല്ലാണ്ട് വെള്ളം വറ്റുന്നവരെ വെക്കരുത്, അതിലുള്ള വെള്ളം പിന്നെയും വറ്റിപ്പോകും. അപ്പോൾ ഈ സമയത്ത് ഓഫാക്കാം. നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ മീൻ പീരയിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. പിന്നെ ചിലർ മുളക് പൊടി ചേർക്കാറില്ല, പച്ചമുളക് മാത്രം ചേർത്ത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കാതെയും ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് ഡിഫറൻസിലും ഉണ്ടാക്കാം.